പിടിച്ചുവെക്കുന്നത് എന്തുകൊണ്ടാണെന്ന് കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതിയുടെ ചോദ്യം. ബില്ലുകൾ പുനഃപരിശോധനയ്ക്ക് അയച്ചില്ലെങ്കിൽ അത് അനിശ്ചിതകാലം തടഞ്ഞുവെക്കാനാകുമോ എന്നും ചോദ്യം. നിയമനിർമ്മാണത്തിൽ പൂർണ്ണ ഉത്തരവാദിത്തം തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനല്ലേ എന്നും ചീഫ് ജസ്റ്റിസ് ചോദിക്കുന്നുണ്ട്. ഗവർണർ വിവേചനാധികാരം ഉപയോഗിക്കുന്നത് സർക്കാരിന് വിരുദ്ധമായല്ലേ എന്നും കേന്ദ്രത്തിന്റെ ചോദ്യം. പി ബസന്ത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബസന്ത്, എങ്ങനെയാണ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഈ വിഷയത്തിൽ എന്തൊക്കെയാണ് പറയുന്നത്? രാഷ്ട്രപതിയുടെ റഫറൻസുമായി ബന്ധപ്പെട്ട കേസിൽ വാദം സുപ്രീം കോടതി നടക്കുന്നതിനിടയിലാണ് ഗവർണർമാരുടെ അധികാരം സംബന്ധിച്ച് ചില നിർണായക ചോദ്യങ്ങൾ സുപ്രീം കോടതി ബെഞ്ച് ചോദിച്ചത്. ഭരണഘടനാ ബെഞ്ച് ആരാഞ്ഞത് ഗവർണർമാരുടെ അധികാരം സംബന്ധിച്ച് രാഷ്ട്രപതിയുടെ കേസിൽ ഈ വിഷയത്തിൽ നിയമനിർമ്മാണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനല്ലേ എന്നാണ് ചീഫ് ജസ്റ്റിസ് BR ഗവായ് ചോദിച്ചത്. ഭരണഘടനയുടെ വ്യവസ്ഥകൾക്ക് അനുസൃതമായി മാത്രമേ ഗവർണർമാർക്ക് വിവേചനാധികാരം പ്രയോഗിക്കാൻ കഴിയുകയുള്ളൂ എന്ന് BR അംബേദ്കർ പറഞ്ഞിട്ടുണ്ടെന്നും ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടി. ഈ ഗവർണർമാരുടെ ചില അധികാര പ്രയോഗം പലപ്പോഴും കേസുകൾക്ക് വഴിവെക്കുന്നു എന്ന് കോടതി പറഞ്ഞു. നിങ്ങൾ ബില്ലുകൾ പിടിച്ചു വെക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് പുനഃപരിശോധനയ്ക്ക് അയക്കാതെ അനന്തകാലം പിടിച്ചുവെക്കാൻ കഴിയുമോ? തുടർന്ന് ചോദ്യങ്ങളാണ് കോടതി ഉന്നയിച്ചത്. പക്ഷേ സർക്കാർ പറഞ്ഞത് വിവേചനാധികാരം ഉപയോഗിക്കുന്നത് സർക്കാരിന് വിരുദ്ധമായി അല്ല എന്നുള്ളൊരു നിലപാടാണ് കേന്ദ്രം എടുത്തത്. മാത്രമല്ല, ഇന്ത്യക്ക് വളരെ ശക്തമായ ജനാധിപത്യ വ്യവസ്ഥയുണ്ട്. കോവിഡ് കാലഘട്ടത്തിൽ അത് കണ്ടതാണ്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും ഒരുമിച്ച് പ്രവർത്തിച്ചു തുടങ്ങിയ വാദങ്ങളൊക്കെയാണ് കേന്ദ്ര സർക്കാർ ഉന്നയിച്ചത്. ഏതായാലും ഇപ്പോഴും വാദം തുടരുന്നു.